എൻ്റേതാണ് അവസാന വാക്ക് എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് തീരുമാനമെടുക്കുക, പാർട്ടി സെക്രട്ടറി പോലുമല്ല. പാർട്ടി സെക്രട്ടറിക്ക് പൂർണ്ണ തൃപ്തിയില്ല എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായ തൻ്റെ നിലപാടെന്ത് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. അതായത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങൾ, ADGPയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അത് അൻവർ പറയുന്ന വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാൻ തയ്യാറില്ല. അൻവർ ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് സംസ്കാരം വഹിക്കുന്ന ആളാണ് എന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. മുൻപ് വാപോയ കോടാലി പോലെ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇറക്കിവിടുന്ന ഒരാളായിരുന്നു PV അൻവർ. PV അൻവർ ഏത് രൂപത്തിലും പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. PV അൻവർ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ള മറ്റുള്ള മറുപടിയാണല്ലോ മുഖ്യമന്ത്രി നൽകിയത്. അതൊന്നും കാണാത്ത കോൺഗ്രസ് സംസ്കാരം ഇന്ന് അദ്ദേഹം PV അൻവറിൽ കാണുകയാണ്. അപ്പോൾ PV അൻവർ ഒരു ശല്യക്കാരനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിനെ പൂർണ്ണമായും തള്ളുന്നു എന്ന് മാത്രമല്ല, P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, അദ്ദേഹം ശരിയായ നിലപാടുള്ള ആളാണ്, മാതൃകാപരമായ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് കൃത്യമായി പറയുമ്പോൾ P ശശി വഴി മുഖ്യമന്ത്രിക്കെതിരെ പടയൊരുക്കം നടത്തുന്ന പാർട്ടിക്കുള്ളവർക്ക് കൂടിയുള്ള മറുപടിയാവുകയാണ് അത്. അപ്പോൾ P ശശിയുടെ അടുത്തേക്ക് പരാതിയുമായി ചെല്ലുമ്പോൾ P ശശി അത് കേൾക്കുന്നില്ല, അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് PV അൻവർ പറയുമ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പലരും സമീപിക്കാറുണ്ട്, അങ്ങനെ സമീപിക്കുന്നവരെ അംഗീകരിക്കില്ല, അവരെ അകത്തേക്ക് കയറ്റിവിടില്ല എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾക്കാണോ PV അൻവർ സമീപിച്ചത് എന്ന് ഏത് പ്രേക്ഷകരും തോന്നാം, ഏത് പാർട്ടി സഖാക്കൾക്കും തോന്നാം. PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ കൈയടിക്കുന്ന പ്രവർത്തകർക്ക് ഒരു സംശയം തോന്നുന്ന ഒരു സാധനം അങ്ങോട്ടേക്ക് ഇട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇനി ADGPയുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് സ്വർണ്ണക്കടത്തിൽ ശരിയായ അന്വേഷണം നടത്തുന്ന പോലീസുകാർക്കെതിരെ പറയുമ്പോൾ അത് സ്വർണ്ണക്കടത്തിനെ സഹായിക്കാനാണ്, അതായത് ഇനി വേണമെങ്കിൽ സ്വർണം പൊട്ടിക്കൽ സംഘവുമായി PV അൻവറിന് ബന്ധമുണ്ട് എന്ന രൂപത്തിലേക്ക് വേണമെങ്കിൽ തിരിച്ചുവിടാവുന്ന രൂപത്തിൽ ആണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് എന്താണോ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്, പോലീസ് ഭാഷ്യം എന്താണോ അതിനെ പൂർണ്ണമായും എൻഡോസ് ചെയ്തുകൊണ്ട് അതാണ് ശരി എന്ന് കൃത്യമായി പറയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. തൻ്റെ വകുപ്പിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ വരുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന വഴി PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിൻ്റെ ഗതി എന്താകും എന്ന് കൂടി വ്യക്തമാക്കി തരികയാണ്. കാരണം ഒരു വശത്ത് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും തൻ്റെ നിലപാട് എന്താണ്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട തൻ്റെ നിലപാട് എന്താണെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വരിക? ഇന്നിപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ അത് ഇങ്ങനെ 5 മാസം വൈകിയതിനെക്കുറിച്ചും ഇപ്പോൾ എന്ന് തരും എന്നുള്ള കാര്യമൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. 24-ാം തീയതി സമയം തന്നിരിക്കുന്നു, ഒരാഴ്ച കൂടി സമയമെന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ചോദിച്ചതെന്ന് പറയുന്നു. അപ്പോൾ R ശ്രീജിത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഈ ആരോപണ വിധേയനായ ശേഷമാണല്ലോ ഇദ്ദേഹം സമയം നീട്ടി ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിന് കൃത്യമായ മറുപടി പറയുന്നില്ല. കാരണം ADGP RSS കൂടിക്കാഴ്ച തൻ്റെ ഇടനിലക്കാരനായിട്ടല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ നിയമപരമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. വിചിത്രമായി തോന്നുകയാണ്. കാരണം RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ നിലപാടും ശക്തമായ പ്രതികരണം നടത്താറുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാർട്ടി പരിപാടിയിൽ പോലും അത് ആർക്കാണ് RSSുമായി ബന്ധമെന്ന് കോൺഗ്രസ്സുകാർക്ക് കൃത്യമായി മറുപടി നൽകിയ മുഖ്യമന്ത്രി തൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥൻ, തൻ്റെ സർക്കാരിൻ്റെ നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ RSSുകാരനെ കാണുന്നുണ്ടെങ്കിൽ, RSS നേതാക്കളെ കാണുന്നുണ്ടെങ്കിൽ, ദീർഘമായി കാണുന്നുണ്ടെങ്കിൽ അതിലൊരു രാഷ്ട്രീയ പ്രതികരണമെങ്കിലും നടത്തേണ്ടേ ചുരുങ്ങിയത്. അപ്പുറത്തെ അന്വേഷണമൊക്കെ നടത്തിക്കോട്ടെ, സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹം എങ്ങനെ തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം വ്യക്തത വരുത്തുന്നുണ്ട്, തൻ്റെ നിലപാടാണ് അവസാന വാക്ക് എന്നുള്ളതിൽ വ്യക്തത വരുത്തുന്നു. PV അൻവറിന് ഇനി ഇടത് MLA ആയി തുടരാൻ പറ്റുമോ എന്നുള്ള സംശയം കൂടി വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും രൂക്ഷമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഇനി അങ്ങോട്ടുള്ള അന്വേഷണങ്ങൾ എങ്ങനെയാകും? ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഈ സുജിത് ദാസ് എന്ന ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തിയത് പറയുന്നുണ്ടല്ലോ. മാറ്റി നിർത്തിയത് എന്തിനാണ്? ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾക്കാണ്. അതല്ലാതെ പോലീസ് വളപ്പിലെ, പോലീസ് ക്യാമ്പിലെ മരം വെട്ടിയതിനല്ല. ആ മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല മാറ്റി നിർത്തിയിരിക്കുന്നത്. മാറ്റി നിർത്തിയത് എന്താണ്? ഈ MLAയുടെ കാല് പിടിച്ച് സംസാരിച്ച് പോലീസിന് നാണക്കേടുണ്ടാക്കിയതിൽ മാത്രമാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ സുജിത് ദാസിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളും കൂടി എങ്ങനെ ലഘൂകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് DGP അന്വേഷിക്കുന്ന സാങ്കേതികമായി നിയമപരമായി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം പരിശോധന, രാഷ്ട്രീയ മറുപടി ഇല്ല എന്നുള്ളത് പല സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇടനിലക്കാരനല്ല എന്ന് പറയുമ്പോൾ
ഈ ADGP എങ്ങനെയൊക്കെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ കോവിഡ് കാലത്ത് ഇവിടുന്ന് ഒരു വാഹനവും പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്വപ്നയുടെ വാഹനത്തിന് സംസ്ഥാനം വിട്ടുപോകാൻ ADGP സഹായം ഒരുക്കിയത് എന്നുള്ള വാർത്തകൾ അന്ന് തന്നെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇടനിലക്കാരനായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ റോൾ? അപ്പോൾ റോൾ പല ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ റോൾ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച അടുത്ത കാര്യങ്ങളുമുണ്ട്. സരിത്തുമായി ബന്ധപ്പെട്ട് അമിതാവേശം കാട്ടി ചില കാര്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടാണ്. അത് സ്ഥാനം മാറ്റേണ്ടി വന്നു, കാരണം അത് പരസ്യമായി വന്ന കാര്യമാണ്. അപ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് 5 മാസത്തേക്കാണ് അദ്ദേഹത്തിന് സ്ഥാനം പോയത്. പിന്നീട് അദ്ദേഹം ഉയർന്ന പോസ്റ്റിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ ADGPയെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നതിൽ സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ വ്യക്തത വരുത്തുന്നത് താനാണ് അവസാന വാക്ക് എന്നുള്ളതാണ്. അതിൽ PV അൻവറിന് ഇനി അങ്ങോട്ട് അത്ര എളുപ്പമാകില്ല. PV അൻവർ വാർത്താ സമ്മേളനം നടത്തി, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നുള്ള വെല്ലുവിളി കാണിക്കുന്നുണ്ട്. ഇത് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒരു PC ജോർജിൻ്റെ അവസ്ഥയായി പോകുമോ അവസാനം PV അൻവറിന് എന്നുള്ളത്. അവിടെയുമില്ല ഇവിടെയുമില്ല. കാരണം കോൺഗ്രസിനെയും ആവശ്യത്തിലധികം ഉപദ്രവിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോകാനാണെങ്കിൽ ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നത് അദ്ദേഹം EMSനെ കുറിക്കും, EMSും ഞാനും എന്ന മട്ടിൽ പറയുന്നു. പക്ഷേ ശരിയായിരിക്കാം, അദ്ദേഹത്തിന് അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ ഇനി അങ്ങോട്ട് കോൺഗ്രസിലേക്ക് പോകാൻ പറ്റുമോ, അവിടെ പോകാൻ വഴിയുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. PC ജോർജിൻ്റെ അവസ്ഥ നാളെ PV അൻവറിന് ഉണ്ടായിക്കൂടാ എന്നില്ല. Meet the editors.